പോലീസ് കേസുകളിൽ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും ഉറപ്പുവരുത്തുന്നതിനും അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ പരിഷ്കാരം. കേസുകളുടെ തുടക്കം മുതൽ പൂർത്തിയാകും വരെയുള്ള കാലയളവിൽ കൃത്യമായ ഇടവേളകളിൽ അന്വേഷണ പുരോഗതി വ്യക്തമാക്കിയുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്നതാണ് രീതി. ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 36-ാം വകുപ്പ് പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള സൂപ്പർവൈസറി ഉദ്യോഗസ്ഥരാണ് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുക. പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുന്നത് വഴി കേസന്വേഷണ മികവ് കൂട്ടാനും ശിക്ഷാനിരക്ക് വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസ് ഡയറി പരിശോധന, അന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയം എന്നിവയുടെ അടിസ്ഥാനത്തിലാകണം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഫ്ഐആറിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, അന്വേഷണ രീതി, കേസ് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന സമയക്രമം എന്നിവ ഉൾപ്പെടുത്തണം. തുടർന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകളിൽ ആരോപണങ്ങളുടെ വിശദമായ പരിശോധനാ വിവരങ്ങളും അന്വേഷണ പുരോഗതിയും അറിയിക്കണം. ഫോറൻസിക് കണ്ടെത്തലുകൾ, പുതിയ ആരോപണങ്ങൾ, ഇത് മറികടക്കാൻ സ്വീകരിച്ച നടപടികൾ എന്നിവ ഉൾപ്പെടുത്തി സമഗ്രമായ റിപ്പോർട്ടുകളായിരിക്കണം നൽകേണ്ടത്. പുതിയ സംവിധാനം ആദ്യം ക്രൈംബ്രാഞ്ചിലും പിന്നീട് കൊലപാതക കേസുകളിൽ ലോക്കൽ പോലീസിലുമാണ് നടപ്പാക്കുക. സാധാരണ കേസുകളിൽ റേഞ്ച് ഐജിക്കും, പ്രമാദമായ കേസുകളിൽ DGPക്കും റിപ്പോർട്ട് സമർപ്പിക്കണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.